പഴുത്ത മാങ്ങയെ നമുക്ക് ഉണക്കി സൂക്ഷിക്കാം. അതിനെ നമ്മൾ മാങ്ങാത്തെര എന്ന് പറയും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാത്തെരയാണ്. അതിനായിട്ട് നല്ല പഴുത്ത മാങ്ങ എടുത്ത് തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ മിക്സിയിൽ വെള്ളമൊന്നും ചേർക്കാതെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുളി എടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് വേണ്ട മധുരം പഞ്ചസാര ചേർത്ത് ഒന്ന് കട്ടിയാക്കി എടുക്കുക. ഒരു 15 മിനിറ്റോളം മതിയാവും. ഇനി ഒരു പരന്ന പാത്രം എടുത്ത് നെയ്യ് പുരട്ടി കൊടുത്തിട്ട് നമുക്കിത് അതിലോട്ട് ഒഴിക്കാം. അധികം കട്ടിയില്ലാതെ ഒന്ന് പരത്തിയിട്ട് വേണം അത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമ്മളിത് വെയിലത്ത് വെക്കണം. ഏകദേശം ഒരു 4-5 ദിവസത്തെ വെയിൽ കൊണ്ടാലേ ഇത് ശരിക്കും ഒന്ന് ഉണങ്ങി കിട്ടുകയുള്ളൂ. കണ്ടോ, അപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് നമുക്ക് ഉണക്കി എത്ര മാസങ്ങൾ വേണമെങ്കിലും ഉണക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. കഴിക്കാനായിട്ടും ഇത് വളരെ ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിലധികം മാങ്ങയുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.